പത്തനംതിട്ടയിലേക്ക് പോയ അവിടെ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. കോന്നി വകയാർ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ പിറകിലെ ടയർ പൂർണ്ണമായും തേഞ്ഞ നിലയിലായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നു. അത് ഈ ടയറിന്റെ അവസ്ഥയൊന്നും പരിശോധിക്കാത്തത് കൊണ്ടാണോ ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്? വിനീത, അമിത വേഗതയിലായിരുന്നു ഈ പിക്കപ്പ് വാൻ സഞ്ചരിച്ചിരുന്നത്. പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വകയാർ പാലത്തിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചത്. നമുക്ക് ആ CCTV ദൃശ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം വേഗതയിലാണ് ആ പിക്കപ്പ് വാൻ വന്നിരുന്നത് എന്നുള്ളത്. റോഡരികിലെ വീടിന്റെ മതിലിൽ ഇടിച്ച് പിന്നെയും ഈ വാഹനം മുന്നോട്ട് പോയി PWD സർവേക്കല്ലും തകർത്ത് ഒരു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ആ വൈദ്യുതി പോസ്റ്റ് ആ റോഡരികിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വാഹനം മറിയാതിരുന്നത്. പിക്കപ്പ് വാനിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പച്ചക്കറിയുമായി വരികയായിരുന്നു ഈ വാഹനം. രാവിലെ മഴയുണ്ടായിരുന്നു. ആ റോഡ് മഴ നനഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ കൂടിയായിരുന്നു. അമിത വേഗത എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. ദൃശ്യം കാണുമ്പോൾ നമുക്കറിയാം നല്ല വേഗതയിലാണ് വാഹനം സഞ്ചരിച്ചിരുന്നത്. അതിൻ്റെ ടയറുകൾ, പുറകുവശത്തെ ടയറുകൾ പൂർണ്ണമായും തേഞ്ഞ നിലയിലാണ്. നൂലുകളൊക്കെ തെളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ബ്രേക്ക് ചെയ്താലും അത് തെന്നിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ആ വാഹനം ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റ് അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഭാഗത്ത് നിരന്തരം അവിടെ അപകടം സംഭവിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ 100-ലധികം വാഹനാപകടങ്ങൾ ആ പരിസര ഭാഗങ്ങളിൽ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നടന്നിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ അമിത വേഗത, ഒപ്പം തന്നെ ഈ റോഡിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വേണമെന്ന് കൂടി നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങളൊന്ന് കാണാം. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മതിലിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോന്നി വകയാർ പാലത്തിന് സമീപത്താണ് അപകടം. പിറകിലെ ടയർ പൂർണ്ണമായി തേഞ്ഞ നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർക്ക് ഏതായാലും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ കണ്ടീഷനൊക്കെ പരിശോധിച്ച ശേഷം വേണം നിരത്തിലെത്താൻ. ഭാഗ്യം കൊണ്ട് അവിടെ ആരുമില്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായിരിക്കുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്.